ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വൃത്തിയാക്കിയത് 2 കിലോ, സവാള നീളത്തിൽ അരിഞ്ഞത് 4 എണ്ണം, തക്കാളി ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് അരച്ചെടുത്തത് 2.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറുത്ത ഏലക്ക 2 എണ്ണം, കുരുമുളക് 1/2 ടീസ്പൂൺ, കറുവപ്പട്ട 1 കഷ്ണം, ജാതിപത്രി 1 എണ്ണം, ഗ്രാമ്പൂ 6 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ, മല്ലിയില പുതിനയില അരിഞ്ഞത് 1/2 കപ്പ്, തൈര് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് അതിനുള്ള റൈസ് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബസുമതി അരി 4 കപ്പ്, ഷാഹി ജീര 1 ടീസ്പൂൺ, കറുവപ്പട്ട 1 കഷ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 8 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണെന്ന് നോക്കാം. കുറച്ച് നെയ്യ്, കുങ്കുമപ്പൂവ്, ഉണക്കമുന്തിരി 1/4 കപ്പ്, കാഷ്യൂനട്ട് 1/4 കപ്പ്. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഹൈദരാബാദി ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനായിട്ട് കറുത്ത ഏലക്ക, കറുവപ്പട്ട, ജാതിപത്രി, ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, ജീരകം. ഇത് പെരുംജീരകമല്ല, ചെറിയ ജീരകമാണ്. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതിലേക്ക് പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി കുറച്ചിടുക, പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർക്കാം. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തൈര്, ഉപ്പ്, നാരങ്ങാനീര്, കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഈ ഒരു പാർട്ടാണ് ഇതിൻ്റെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ. നല്ല ഈ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഈ ചിക്കൻ മസാല കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം ഇത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് കുക്ക് ചെയ്യുക. ഇത് അടച്ച് ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ള കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. ഒരല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും മുന്തിരി വറുത്തെടുത്തു. ഇനി ഈ എണ്ണയിൽ തന്നെ ഞാനിവിടെ 4 ഒരു ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ആ ബാച്ച് ഫുള്ള് ഇതിൽ തന്നെ വറുത്തെടുക്കണം. ആ 4 സവാളയും ഫുള്ള് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കുക. ബാക്കി ഫുള്ള് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതൊരു ചീനിച്ചട്ടിയോ കടായിലോ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ആയിട്ട് ഈ സവാള ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് സാധാരണ നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് മസാല കൂട്ടിയും കുറച്ചും ചേർക്കാം. പക്ഷേ നമ്മൾ ഈ പെരുംജീരകമൊന്നും ഇതിനകത്ത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കേരള ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മസാല എന്ന് പറയുന്ന പെരുംജീരകമൊക്കെ കൂടുതലായിട്ട് ചേർക്കും. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ ഏറെ വെള്ളം എടുത്ത് അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഷാഹി ജീര ചേർക്കാം. ഷാഹി ജീര എന്ന് പറയുമ്പോൾ നമുക്കിപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ചെറിയ ജീരകത്തിനേക്കാളും കുറച്ച് പരന്നിരിക്കും. ഉപ്പ് ചേർക്കാം. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ അരി ഊറ്റിയെടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ അരിയിലേക്ക് പിടിക്കുന്നതിനായിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. അടച്ചു വെച്ച് നന്നായിട്ട് ബോയിൽ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയാലോ അല്ലെ കൂടിപ്പോയാലോ ബിരിയാണി സ്പോയിലായിപ്പോൾ. അപ്പോൾ അത് കാരണം നമ്മൾ ഉപ്പ് അതിൻ്റെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തോണം.
ഇനി ഇപ്പം ഇത് അടച്ചു വെച്ച് വെന്തു. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 പരുവം വെന്ത് കഴിഞ്ഞു. ഇനി ഒട്ടും തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി ആവുമ്പോൾ തന്നെ അത് ഡ്രെയിൻ ചെയ്തെടുക്കണം. കാരണം ഇല്ലെങ്കിൽ ബാക്കിയും കൂടെ നമ്മൾ ആ ചൂടുവെള്ളത്തിലായത് കാരണം അത് പെട്ടെന്ന് വെന്തു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ അരി ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ കൂടുതലായിട്ട് വെന്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ദം ചെയ്യുന്ന സമയത്തിൽ ഈ അരി കുഴഞ്ഞു പോകും. അതിനാണ് നമ്മൾ പകുതിക്ക് വെച്ച് വെന്തിട്ട് ഊറ്റിയെടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ ഒരു ഡ്രൈ മസാല പരുവമായിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിന് മേലെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ കുങ്കുമപ്പൂവും കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിനിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പാലിൽ കലക്കിയാലും മതി. ഇനി അതിന് മേലെയായിട്ട് സവാള വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മേലെ ചിക്കൻ മസാല, ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കനും റൈസും ഓരോ ലെയറായിട്ട് അത് തീരുവോളം അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിനിടയ്ക്കായിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്യൂനട്ട്, പിന്നെ നമ്മൾ സഫ്രോൺ, അതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലെയർ പോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയില ഇതൊക്കെ ഇടയ്ക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം മല്ലിയില കുറച്ച് അരിഞ്ഞിട്ടു. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു അയൺ സ്കില്ലറ്റ് ചൂടാക്കിയിട്ട് അതിന് മേലെയായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പാത്രം, നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോകുന്ന പാത്രം എടുത്ത് മേലെ വെക്കുക. ഞാനിവിടെ ഒരു നനഞ്ഞ കിച്ചൺ ടവൽ ഇട്ടിട്ട് അതിന് മേലെ അടപ്പ് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പം ചപ്പാത്തി മാവ് കുഴച്ചിട്ട് അതിൻ്റെ അടപ്പ് സീൽ ചെയ്തിട്ട് വേണമെങ്കിലും ദം ചെയ്യാം. ചിക്കനൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പം നമ്മൾ റൈസും പെട്ടെന്ന് തന്നെ 90% കുക്കായി കഴിഞ്ഞു. സോ നമ്മളിപ്പോൾ ഈ അയൺ സ്കില്ലറ്റ് വെച്ചിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം അതൊരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വെക്കുക. അത് ഓഫ് ചെയ്തിട്ട് പിന്നെ ആ പാനിൽ തന്നെ അതേപോലെ ഒരു 15 മിനിറ്റോളം വെക്കുക. നമ്മളിപ്പോൾ റൈസ് ഒത്തിരി വെന്ത് പോയെന്ന് തോന്നുവാണെങ്കിൽ സമയം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുക. ഇതിനി നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. റൈസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഓവറായിട്ട് വെന്തിട്ടില്ല.